It's me, Binoka Joss. ഒരു ഗൂഗിളിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരു FPV റേസിംഗ് ഡ്രോണിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഈ VR ബോക്സ് കണ്ടിട്ടുണ്ടാവും. വെർച്വൽ റിയാലിറ്റി എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ റിയാലിറ്റിയാണ് മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസ് നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സണ്ണുള്ള ഏരിയകളിൽ ഡേ ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സണ്ണിന്റെ പ്രോബ്ലം, നിഴലടിക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ലൈവായിട്ട് ഇതിന്റെ സ്ക്രീനുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇതിന്റെ ഒരു ശരിക്കും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന 5.8 GHz ഒരു ഗൂഗിൾ ആണെങ്കിൽ അതിന് ഏകദേശം ഒരു 10,000 രൂപയുടെ, ഇന്ത്യ മാർക്കറ്റിൽ 15,000 20,000 രൂപയുടെ മേളിലൊക്കെ വരും. ഫുള്ള് ക്യാമറ എല്ലാ സെറ്റും കൂടി മാത്രമായിട്ട്. ഞാനിത് VR ബോക്സ്, നിങ്ങൾ VR കണ്ടിട്ടുണ്ടാവും. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഓരോ ആംഗിളും 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് VR ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് 300 രൂപയ്ക്ക് ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടും. അത് ഞാൻ മേടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തി കുറച്ച് ക്യാമറ സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉണ്ടാക്കിയെടുത്തേക്കണതാണ് ഈ ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് VR ബോക്സ്. ഇവിടെ ഒരു 3 സ്വിച്ചസ് എക്സ്റ്റേണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ബ്രൈറ്റ്നസ്സും ഈ സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് സംഭവങ്ങളൊക്കെ മാറ്റാനും അതിന്റെ കോൺട്രാസ്റ്റ് ലെവലുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താന്ന് നോക്കാം. ഇത് അതിന്റെ ആന്റിനയാണ്. ആന്റിന എക്സ്റ്റേണൽ ആയിട്ടാണ് വെച്ചേക്കണത്. ഇവിടേക്ക് 12 വോൾട്ട് പവർ കൊടുക്കും. VR ബോക്സ് മേടിച്ചിട്ട് ഫുള്ള് അയച്ചു പണിയേക്കുവാണ്. ഇതിന്റെ പുറമെയുള്ള ബോഡി മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം കളഞ്ഞിട്ട് ചെയ്തു വെച്ചേക്കണത്. അപ്പോ ഇതൊന്ന് തുറക്കാണ്. ഇവിടെയാണ് ഡിസ്പ്ലേ വെച്ചേക്കണത്. ഒരു കാറിന്റെ റിവേഴ്സ് ക്യാമറയുടെ മോണിറ്ററാണ് വെച്ചേക്കണത്. ഇപ്പൊ വെച്ചേക്കണത് 4.3 ഇഞ്ചിന്റെ ആണ്. നമുക്ക് 6 ഇഞ്ച് വരെ വരും. അപ്പോൾ അത് വെച്ചേക്കണം. പിന്നെ ഇത് ഡിസ്പ്ലേ പ്രോസസ് ചെയ്യാനുള്ള അതിന്റെ മൊഡ്യൂളും സംഭവങ്ങളൊക്കെ വെച്ചേക്കണം. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്ത് ഡ്രോണിൽ നിന്നുള്ള സിഗ്നൽ, ഇൻപുട്ട് സിഗ്നൽ ഇതിന്റെ ഉള്ളിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇതിനകത്തൂടെ ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ സാധാരണ VR ബോക്സിന് ഇത്ര ലെങ്ത് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മുടെ കണ്ണിൽ തന്നെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഇതുപോലത്തെ ഇത് വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലെങ്ത് കൂട്ടിയെടുത്തേക്കുവാണ്. സാധാരണ കാർഡ്ബോർഡ് തന്നെ വെച്ചിട്ടാണ് ഇതിന്റെ ലെങ്ത്തും കൂട്ടിയെടുത്തേക്കണത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു 3D ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമ്മള് 4.3 ഇഞ്ചാണ് നമ്മൾ വെച്ചേക്കണത്. അത് നമുക്ക് കൂടുതൽ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു 3D ഒരു സൂമിങ് ലെൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. അത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സംഭവമാണ്. പിന്നെ ഇത് നമ്മൾ വെക്കുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഇതിപ്പോ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ലാപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ പോർട്ട് ചെയ്തേക്കുവാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് സോൾഡർ ചെയ്തിട്ട് മോണിറ്ററിലേക്ക് ഇൻപുട്ട് കൊടുത്തേക്കുവാണ്. ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. സാധാരണ നമ്മൾ കണ്ണുകൊണ്ട് നോക്കി പഠിക്കണ പോലെ തന്നെ ഇതും വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സംഭവങ്ങൾ ഫ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രോൺ തൊട്ടടുത്ത് നിൽക്കണ പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കി കണ്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ ഡ്രോൺ ഇതുപോലത്തെ ക്യാമറ ഇല്ലാതെ പറത്തുവാണെങ്കിൽ നമുക്ക് ആ പകലയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തോരം ഫ്രണ്ടിലേക്കാണ് പോയിക്കണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ നമുക്ക് ഇച്ചിരി നല്ലതായിരിക്കും. ഇതുപോലത്തെ ഗൂഗിളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലൈവായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിവിടെ ലൈവായിട്ട് ഫ്ലൈ ചെയ്ത് കാണാം. നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ ഡ്രോൺ പറക്കണ രീതിയിൽ നമുക്ക് ഓരോന്നും നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ചെയ്തെടുത്തേക്കണത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വീഡിയോയാണ്. നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. ഇതിന്റെ ഉള്ളിൽ ഇതിനെ പറ്റിയുള്ള ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി എന്തായാലും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. ഇത് ലൈവായിട്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ലൈവ് വീഡിയോസ് നമുക്ക് ലൈവായിട്ട് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പേടിയാവും. നമ്മൾ ഇങ്ങനെ മരത്തിന്റെ അടുത്തേക്കും ഓരോ ബിൽഡിങ്ങുടെ അടുത്തേക്കൊക്കെ ഡ്രോൺ പറത്തി കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഭയങ്കര 3D എഫക്റ്റ് പോലെ ആയിരിക്കും. ചെന്ന് ഇടിക്കുന്ന ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ കോളേജുകളിലെ ഒരു ഈവന്റ് ആയിട്ട് ഞങ്ങളുടെ ടെക് ഫെസ്റ്റിവലോടനുബന്ധിച്ച് ഞങ്ങളൊരു ഈവന്റ് ആയിട്ട് സ്റ്റുഡൻസിന് ഈ ഗൂഗിൾസ് വെക്കുവാൻ കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ ഫ്ലൈ ചെയ്യും. അപ്പോൾ അവർക്ക് ടോപ്പ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈവന്റുകൾ നടത്താൻ താല്പര്യമുള്ള കോളേജ് സ്റ്റുഡൻസുകളോ അല്ലെങ്കിൽ കോളേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക. കൂടാതെ ഇതുപോലത്തെ റോബോട്ടിക്സ്, ഡ്രോൺ, ഇലക്ട്രോണിക്സ് ബേസ്ഡ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പും പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുടെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.grapesinotek.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാവും. ഇപ്പോൾ ഗൂഗിൾസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഫ്ലൈ ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ഇവിടെ തന്നെ വരുന്നതായിരിക്കും. അടുത്ത പ്രോഗ്രാമുകളിലപ്പോൾ ഇത് വെച്ചിട്ട് ഫ്ലൈ ചെയ്യുന്നതും ഇതിന്റെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം അപ്പം തന്നെ കാണുവാനായിട്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണമെന്ന്
പ്രത്യേകം പറയാണ്. അതോടൊപ്പം വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്സാപ്പ്, ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഡ്രോൺ റോബോട്ടിക്സ് സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ചാനൽ ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.